യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 47. ബാബിലോണിന് നാശം. കന്യകയായ ബാബിലോൺ പുത്രി, ഇറങ്ങി പൊടിയിലിരിക്കുക. കൽദായ പുത്രി, സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക. ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. നീ തിരികല്ലിൽ മാവ് പൊടിക്കുക. നീ മൂടുപടം മാറ്റുക, മേലങ്കി ഉരിയുക. നഗ്നപാതയായി നദി കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും, ആരെയും ഒഴിവാക്കുകയില്ല. നമ്മുടെ രക്ഷകൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കൽദായ പുത്രി, നിശബ്ദയായിരിക്കുക. നീ അന്ധകാരത്തിലേക്ക് പോവുക. ഇനിമേൽ ജനതകളുടെ രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല. ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു, എൻ്റെ അവകാശം പ്രാകൃതമാക്കി. ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നീ അവരോട് കാരുണ്യം കാണിച്ചില്ല. വൃദ്ധരുടെ മേൽ പോലും ഭാരമേറിയ നുകം നീ വെച്ചു. നീ ഇത് ഗ്രഹിക്കുകയോ ഇത് എവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കും എന്ന് അഹങ്കരിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ വിധവയാവുകയില്ല. പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കല്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി, നീ ശ്രവിക്കുക. ഇത് രണ്ടും ഒരു ദിവസം, ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും. ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി. ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ വിനാശം നിൻ്റെ മേൽ പതിക്കും. ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം. ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിൻ്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർ വൈക്കോൽ തുരുപ്പ് പോലെയാണ്. അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. തീ ജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല. അത് തണുപ്പ് മാറ്റാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല. ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരികന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിയെ പോകും. നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രിയ ദൈവജനമേ, ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചുള്ള പ്രവാചക ശബ്ദമാണ് യെശയ്യാ 47 അധ്യായത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഇസ്രായേൽ ജനത്തെ അടിമകളാക്കിപ്പിച്ച അഹങ്കാരിയായ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം ദൈവം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് നാം ഇവിടെ കാണുക. സിംഹാസനത്തിലിരിക്കുന്ന രാജ്ഞിയെപ്പോലെ അഹങ്കരിച്ച ബാബിലോണിനോട് പൊടിയിലിരിക്കാൻ ദൈവം കൽപ്പിക്കുന്നു. രാഷ്ട്രീയമായി അജയ്യരെന്ന് കരുതിയവർ ദൈവത്തിൻ്റെ വിധിക്ക് മുൻപിൽ നിസ്സഹായരാകുന്ന കാഴ്ചയാണത്. ദൈവജനത്തെ ശിക്ഷിക്കാൻ ബാബിലോണിനെ ഒരു ഉപകരണമായി ദൈവം ഉപയോഗിച്ചെങ്കിലും അവർ കാരുണ്യം കാണിക്കാതെ ക്രൂരത പ്രവർത്തിച്ചതാണ് അവരുടെ വിനാശത്തിന് കാരണമായത്. ഹെസക്കിയാ രാജാവിൻ്റെ കാലത്തിന് ശേഷം ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഷ്ടതകൾ അനുഭവിച്ച ജനത്തിന് ഈ പ്രവചനം വലിയൊരു ആശ്വാസമായി മാറി. ദൈവത്തെ വെല്ലുവിളിക്കുന്ന ലൗകിക ശക്തികൾ എന്നേക്കും നിലനിൽക്കില്ലെന്ന് പ്രവാചകൻ ഇവിടെ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. അഹങ്കാരത്തിനെതിരായ ദൈവത്തിൻ്റെ കഠിനമായ വിധിയാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം. ഞാൻ മാത്രം, മറ്റാരുമില്ല എന്ന് ബാബിലോൺ ഹൃദയത്തിൽ പറഞ്ഞത് ദൈവത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. അത് അഹങ്കാരത്തിൻ്റെ വെല്ലുവിളിയായിരുന്നു. ജ്യോതിഷത്തിലും ആഭിചാര വിദ്യകളിലും അമിതമായി വിശ്വസിച്ചിരുന്ന ആ ജനതയുടെ വിഡ്ഢിത്തത്തെ പ്രവാചകൻ തുറന്നു കാട്ടുന്നു. യെശയ്യാ പ്രവാചകൻ്റെ അചഞ്ചലമായ ധൈര്യവും നീതിക്ക് വേണ്ടിയുള്ള ദാഹവുമാണ് ഈ വരികളിൽ നിഴലിക്കുന്നത്. തിന്മയുടെ ശക്തികൾ എത്ര ഉയരത്തിൽ വാണാലും ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുൻപിൽ അവ തകർന്നടിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലോകത്തിൻ്റെ ജഡിക സുഖഭോഗങ്ങളിൽ മയങ്ങിക്കിടക്കുന്നവർക്ക് ഒടുവിൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് അദ്ദേഹം കണ്ണു തുറപ്പിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്നു. പീഡിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന യെശയ്യാ പ്രവാചകൻ്റെ തീക്ഷ്ണത ഈ അധ്യായത്തിലെ ഓരോ വചനത്തിലും നമുക്ക് ദർശിക്കാനാകും. പ്രിയ ദൈവജനമേ,
ഇന്നത്തെ ആധുനിക ലോകത്ത് അഹങ്കാരത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ബാബിലോണിയൻ ചിന്താഗതികൾ നമുക്കിടയിലും ദൃശ്യമാണ്. ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും അമിതമായി ആശ്രയിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യന്, ഓരോ ദിവസവും മറന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ബാബിലോണിൻ്റെ പതനം ഒരു വലിയ പാഠമാകട്ടെ. സമ്പത്തും പദവികളും നൽകാമെന്ന് പ്രലോഭിപ്പിക്കുന്ന ഈ ലോകം നമ്മെ ആത്മീയമായി അന്ധരാക്കുന്നു, ആത്മീയമായി ഒന്നുമില്ലാതാക്കി തീർക്കുന്നു. അനീതിക്കും പാപത്തിനും മേലുള്ള ദൈവത്തിൻ്റെ അനിവാര്യമായ വിധി ഏതു നിമിഷവും സംഭവിക്കാം എന്നുള്ളത് ഓർമ്മിക്കുക. എന്നാൽ ഭൗതികമായ സുരക്ഷിതത്വങ്ങൾ തകരുമ്പോഴും ദൈവം തൻ്റെ ജനത്തിന് പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്നുമുണ്ട്. ബാബിലോണിനെ ശിക്ഷിക്കുന്നത് തൻ്റെ ജനത്തെ രക്ഷിക്കാനും അവരെ വീണ്ടെടുക്കാനും വേണ്ടിയാണെന്നത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നൽകുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ അധ്യായവും നമ്മെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. അന്ത്യവിധി ദിവസം ലോകത്തിലെ സകല കപടനാട്യങ്ങളും നീക്കപ്പെടുമെന്നും സത്യം വെളിപ്പെടുമെന്നും നാം ഓർക്കണം. ലൗകിക ശക്തികളുടെ താൽക്കാലിക വിജയങ്ങളിൽ ഭയപ്പെടാതെ പ്രത്യാശയുടെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി നാം വിശുദ്ധിയോടെ കാത്തിരിക്കണം. സഭയുടെ ദൗത്യം ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളോട് സമരസപ്പെടുകയല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ നീതിക്കായി നിലകൊള്ളുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ അനുതാപത്തിൻ്റെ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും ഇന്നേ ദിവസം വിളിക്കപ്പെട്ടിരിക്കുന്നു. നിത്യമായ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശ്വസ്തയോടെ പോരാടുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.